അൽഷിഫ ഹോസ്പിറ്റൽ ഏതാണ്ട് 34 വർഷങ്ങൾക്ക് മുമ്പാണ് തുടങ്ങുന്നത്. അന്ന് പെരിന്തൽമണ്ണയിൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊന്നും ഇല്ലാത്ത സമയത്ത് ഞങ്ങൾ 5-6 പേർ കൂടി തുടങ്ങിയ ഒരു സംരംഭമാണ് അൽഷിഫ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. ഞാൻ ബേസിക്കായിട്ട് പറയും, ഞാൻ എഞ്ചിനീയറാണ് കേട്ടോ, ഞാൻ ഡോക്ടറൊന്നുമല്ല, ഡോക്ടറേറ്റ് എനിക്ക് കിട്ടിയതാണ്. അപ്പോൾ ഇത് ഇവിടെ ഹോസ്പിറ്റൽ ഇല്ല എന്നുള്ള ഒരാവശ്യം. അപ്പോൾ ആ ഹോസ്പിറ്റൽ തുടങ്ങാനുള്ള ഒരു ആക്സിഡൻ്റൽ കോയിൻസിഡൻസ് വേണമെന്ന് പറയാം. ഒന്ന്, ഞാൻ ഗൾഫിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഫാദറിന് ക്യാൻസർ പിടിച്ചു. ആ ഫാദറിന് ക്യാൻസർ പിടിച്ചപ്പോൾ ഇവിടുന്ന് ഡോക്ടർ വിളിച്ച് എന്നോട് പറഞ്ഞു, ഉണ്ണീൻ, നിങ്ങളുടെ ഫാദർ ഈസ് വെരി സീരിയസ്, നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഒരാഴ്ചയിലധികം പുള്ളി ജീവിക്കാൻ പ്രയാസമാണ്, പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് വന്നാൽ നന്നായിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ സത്യത്തിൽ ഞാൻ അവിടെ നിന്ന് ഇമ്മീഡിയറ്റായിട്ട് ടിക്കറ്റൊക്കെ എടുത്ത് ഇവിടെ വന്നപ്പോൾ ഫാദറിന് മരിക്കുന്നതിനേക്കാൾ കൂടുതൽ മരണത്തിനേക്കാൾ അപ്പുറമുള്ള വേദനയാണ്. അപ്പോൾ ഈ ട്രോക്കാൻഡർ ഫ്രാക്ചറായിരുന്നു അവിടെ. അപ്പോൾ അന്ന് എനിക്ക് തോന്നുന്നു പെത്തിനും മോർഫിനും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ്, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ അത് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഞാൻ അവിടെ വന്ന് ഫാദറിനെ ഞാൻ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി ട്രീറ്റ് ചെയ്തു. ഫാദർ പിന്നെയും 2 വർഷം കഴിഞ്ഞിട്ടാണ് മരിച്ചത്. അന്ന് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ഐഡിയ ആണ്, എന്തുകൊണ്ട് പെരിന്തൽമണ്ണയിൽ ഒരു സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉണ്ടായിക്കൂടാ. അന്ന് ആ 78 തോന്നിയത്, അത് പൂവണിയാൻ വേണ്ടി 89 വരെ കാത്തിരിക്കേണ്ടി വന്നു. ഞാൻ എന്നെപ്പറ്റി പറഞ്ഞില്ലല്ലോ, ഞാനതൊന്ന് പറയാം. ഞാൻ പൊതുവെ ഒരു കൃഷിക്കാരൻ്റെ മകനല്ല, കൃഷിപ്പണിക്കാരൻ്റെ മകനായിട്ട് ജനിച്ചാണ്. എനിക്ക് 3 ബ്രദേഴ്സും 2 സിസ്റ്റേഴ്സും ഒക്കെ ഉണ്ട്. വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് 7-ാം ക്ലാസ്സിലെത്തിയപ്പോൾ ഈ പഠനം മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥ വന്നപ്പോൾ 3 വട്ടം തോറ്റ്. 7-ാം ക്ലാസ്സിൽ 3 പ്രാവശ്യം തോറ്റപ്പോൾ 3-ാമത്തെ പ്രാവശ്യം എന്നോട് പറഞ്ഞു, നമ്മൾ പള്ളിയിൽ പോയി, ഞങ്ങൾ മുസ്ലിങ്ങൾക്ക് അങ്ങനെ തരണ്ട്, ഏറ്റവും കൂടുതൽ തോറ്റ് കഴിഞ്ഞാൽ പിന്നെ പള്ളിയിൽ ഓതാൻ വിടും, എന്നിട്ട് മൂല്യരായി വരാൻ പറയും. അങ്ങനെ മൂല്യരായി വരാൻ വേണ്ടി പള്ളിയിൽ വിട്ടപ്പോൾ അവിടെ ഒരു അറബിക് ടീച്ചർ ഉണ്ടായിരുന്നു. ആ അറബിക് ടീച്ചർ പറഞ്ഞു, ഉണ്ണീൻ, നീ ഒരു കാര്യം ചെയ്യടാ, നീ ഒരു 7-ാം ക്ലാസ് പാസ്സാകുന്ന ഒരു അറബിക് ടീച്ചറെങ്കിലും ആവാറുണ്ട്. അങ്ങനെ അറബിക് ടീച്ചർ ആകാൻ വേണ്ടിയിട്ട് 7-ാം ക്ലാസ്സിൽ വന്നു. പഠിച്ച് 3-ാമത്തെ കൊല്ലം പഠിച്ചപ്പോൾ അപ്പോൾ എനിക്കും തോന്നി പഠിക്കുന്നതിലൊന്നും തിരക്കില്ലാത്ത മാർക്സൊക്കെ എനിക്ക് കിട്ടിയപ്പോൾ എനിക്കും തോന്നി തിരക്കുള്ളത് പഠിച്ചു കളയാന്ന്. അപ്പം 7-ാം ക്ലാസ്സിൽ തിരക്കില്ലാത്ത മാർക്ക് കൊണ്ട് പാസ്സായപ്പോൾ പിന്നെ ഏറ്റവും കൂടുതൽ അന്ന് സാമ്പത്തികമായിട്ട് കഴിവുള്ള ആൾക്കാരെ ഞാൻ ഈ പൂവത്താടി എന്ന് പറയുന്ന ഒരു കുഗ്രാമത്തിലാട്ടോ, നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, നിങ്ങൾ പൂവത്താടി എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഒരു 13-14 കിലോമീറ്റർ വിട്ടിട്ടുള്ള ഒരു ഗ്രാമമാണ്. അപ്പോൾ അവിടെ നിന്ന് പിന്നെ സ്കൂളിൽ പോകണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ മണ്ണാർക്കാട് പോകണം, അല്ലെങ്കിൽ പെരിന്തൽമണ്ണ പോകണം, അല്ലെങ്കിൽ ചെറുപ്പശ്ശേരി പോകണം. ചെറുപ്പശ്ശേരിക്ക് നടന്നു പോകണം, മണ്ണാർക്കാടുക്കും പെരിന്തൽമണ്ണക്കാണെങ്കിൽ ബസ്സിന് വരണം. പക്ഷേ അതിനൊന്നും കഴിവില്ലായിരുന്നപ്പോൾ അടുത്ത് ഒരാളെന്നോട് പറഞ്ഞു, നമുക്ക് വെള്ളിനാഴി നോക്കാറുണ്ട്. അങ്ങനെ എൻ്റെ വീട്ടിൽ നിന്ന് 8 കിലോമീറ്റർ ഉണ്ട് വെള്ളിനാഴി. ആ 8 കിലോമീറ്റർ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും 3 കൊല്ലം നടന്നു പഠിച്ച് തിരക്കടില്ലാത്ത, ഞാൻ പഠിക്കുന്ന കാലത്ത് പിന്നെ എനിക്ക് പിന്നോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. ഞാൻ പഠിക്കുന്ന സമയത്ത് വിത്തിൻ 5, ഇപ്പോൾ 40-50 കുട്ടികളുണ്ടെങ്കിൽ ഒരു 5 കുട്ടികളിൽ ഒരാൾ ഞാനാവും. അപ്പോൾ അങ്ങനെ പഠിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് തോന്നി, ഇനിയിപ്പോൾ എന്ത് പഠിക്കണം. അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു, പോളിടെക്നിക്ക് നല്ലൊരു ഓപ്ഷനാണ്, നല്ല മാർക്സ് ഉണ്ടെങ്കിൽ 10-ാം ക്ലാസ് നല്ല മാർക്സ് മതി. അങ്ങനെ ഞാൻ 10-ാം ക്ലാസ്സിൽ പോളിയിൽ പോയി ചേർന്നു. ഇവിടെ പെരിന്തൽമണ്ണ പോളിയിൽ തന്നെ ഞാൻ ആകെ ഒരു സെൻറ്ററാണ് കൊടുത്തത്. വേറെ തിരൂരും കോഴിക്കോടൊക്കെ സെൻറ്റേഴ്സ് ഉണ്ടെങ്കിലും അത് കിട്ടി പോകാൻ കഴിയില്ല എന്നുള്ള പേരിൽ പെരിന്തൽമണ്ണയിൽ തന്നെ എനിക്ക് സെലക്ഷൻ കിട്ടി. അങ്ങനെ 3 കൊല്ലം കഴിഞ്ഞ് നല്ല മാർക്സോട് കൂടി പാസ്സായ ഉടനെ അന്ന് ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ FCIയിലും മറ്റിലൊക്കെ ജോലി കിട്ടി. എനിക്ക് ജോലി കിട്ടിയില്ല. പിന്നെ എനിക്ക് കിട്ടിയത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ട്രെയിനിങ് സെൻ്ററാണ്. അതിന് തിരുവനന്തപുരത്ത് ഇവിടെ പിന്നെ മദ്രാസിലായിരുന്നു ഇൻ്റർവ്യൂ. അവിടെ പോയി 150 റുപ്യാണ് സ്റ്റൈപ്പൻഡ്. അപ്പോൾ കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലത്തെ ട്രെയിനിങ് കഴിഞ്ഞാൽ 1800 റുപ്യ ഒരു കൊല്ലം അവസാനം തരാം. അങ്ങനെ എനിക്ക് പോസ്റ്റിംഗ് തരുന്നത് എവിടെയെന്ന് അറിയാം, മദ്രാസിൽ നിന്ന് പോസ്റ്റിംഗ് തരുന്നത് ഇവിടേക്ക് തിരുവനന്തപുരത്തേക്ക്. അവിടെ ചെന്ന് ഒരു മാസമായപ്പോൾ ചുരുങ്ങിയത് അന്നത്തെ കാലത്ത് 1969 കാര്യം പറയണം,
അന്ന് എനിക്ക് ഐ ആം നൗ 78 years, ദാറ്റ് ഈസ് വാട്ട് ഐ വാണ്ട് ടു ടെൽ യു. അങ്ങനെ നിങ്ങളൊന്നും ജനിച്ചിട്ടുണ്ടാവില്ല ഒരുപാട് ആൾക്കാർ. അപ്പോൾ 1969 ഇങ്ങനെ ട്രെയിനിങ് കിട്ടി, 150 ഉറുപ്പ്യം കിട്ടി, 100 ഉറുപ്പ്യെങ്കിലും ജീവിക്കാൻ വേണം. അപ്പോൾ തരാനില്ലാത്തതുകൊണ്ട് ഞാൻ അന്ന് ചീഫ് എഞ്ചിനീയറോട് നേരിട്ട് ചെന്നിട്ട് പറഞ്ഞു, സാർ ഇങ്ങനെയൊക്കെയാണ് കാര്യം, എനിക്കിവിടെ ട്രെയിനിങ് ഒന്നും ചെയ്യാൻ കഴിയില്ല, ഒന്നുകിൽ സാറിൻ്റെ പൈസ തരിക, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ധൈര്യസമേതം പറഞ്ഞു എനിക്കറിയില്ല അങ്ങനെ. അപ്പോൾ പറഞ്ഞു നോ പ്രോബ്ലം, ഞാൻ ഇവിടേക്ക് തൃശ്ശൂർക്ക് മാറ്റി തരാമെന്ന്. തൃശ്ശൂർ മാറ്റി തന്നപ്പോൾ അവിടെ ഇതേമാതിരി തന്നെ പൈസ വേണം. അപ്പോൾ എന്നോട് പറഞ്ഞു പാലക്കാട് ഒന്ന് ഡിവിഷൻ, പിന്നെ PhD ഡിവിഷൻ ഉണ്ടാക്കുക, അങ്ങോട്ട് മാറ്റി തരാം. അങ്ങനെ പാലക്കാട് മാറ്റി, പിന്നെ മണ്ണാർക്കാട്ടേക്ക് മാറ്റി. പെരിന്തൽമണ്ണയിൽ ആദ്യത്തെ 12 കോടി രൂപ LIC പിന്നെ കടമെടുത്തിട്ടുള്ള വാട്ടർ സപ്ലൈ ലൈനിലെ സർവേ ചെയ്തത് ഞാനാണ്. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഗൾഫിൽ ജോലി കിട്ടി. ഗൾഫിൽ ജോലി കിട്ടിയാലോ, ഗൾഫിൽ വിസ കിട്ടി. അതും ഒരു രസമുണ്ട്. ഞാനിത് പറയുന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ ഈ ജീവിതത്തിൽ പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ ഹൗ ടു ടാക്കിൾ ഇറ്റ് എന്നുള്ള രീതിയിൽ പറയാം. അതിങ്ങനെ പോകാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ അപ്പോൾ എനിക്കന്ന് 1800 ഉറുപ്പ്യ കിട്ടിയതിൻ്റെ ചിലവായിരുന്നില്ല. അതുകൊണ്ട് എൻ്റെ വീട്ടിൽ 1000 തന്നു, പിന്നെ 1000 ഉറുപ്പ്യം കൂടി കൊടുത്താൽ. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിനോട് ചെന്നിട്ട് ഗൾഫുകാരൻ തന്നെ അയാളോട് കടം വാങ്ങി, അങ്ങനെ 3500 ഉറുപ്പ്യ വിസ കൊടുത്ത് വാങ്ങി ഗൾഫിൽ പോയി. ഗൾഫിൽ പോയിട്ട് 16 വർഷം ഞാൻ അവിടെ വർക്ക് ചെയ്തു. അതിൽ ആദ്യം 10 വർഷം ഒരു നല്ല കമ്പനിയിൽ ജോലി ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഞാൻ ജോലി ചെയ്യുന്ന പിന്നെ സിവിൽ എഞ്ചിനീയറിംഗ്, കാൻസായ് സിവിൽ എഞ്ചിനീയറിംഗ് കമ്പനി എന്ന് പറഞ്ഞ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളെ കൺസൾട്ടൻസ് ഉണ്ടായിരുന്നു, ഒരു സ്വിറ്റ്സർലൻഡ് ഫേം. അവരെന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളിവിടെ കൺസൾട്ടൻ്റായിട്ട് തരാം, ആർ യു ഇൻട്രസ്റ്റഡ് എന്നാണ്. അപ്പോൾ കാൻസായ് തരുന്നതിനേക്കാളും ഒരു 3 times സാലറി കൂടുതൽ തരും അത് കാരണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എന്നാണ്. അവിടെ ജോലി ചേർന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ആ കൺസൾട്ടൻസി ഗവൺമെൻറ് ടെർമിനേറ്റ് ചെയ്തു. അപ്പോൾ ജോലി ഇല്ലാതായത് ഞാൻ എൻ്റെ ഫാമിലിയൊക്കെ ഉള്ളതാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് അഡ്നോക്കിൽ ജോലി കിട്ടിയത്. അഡ്നോക്കിൽ ചില ആൾക്കാരൊക്കെ കേട്ടിട്ടുണ്ടോ, അബുദാബി നാഷണൽ ഓയിൽ കമ്പനി, ഏറ്റവും ബെസ്റ്റ് പേ മാസ്റ്റേഴ്സാണ്. അവിടെ 7 വർഷം ജോലി ചെയ്തു. അങ്ങനെ 16 വർഷത്തോളം ഞാൻ ഗൾഫിൽ ജോലി ചെയ്തു, എഞ്ചിനീയറായിട്ട് ജോലി ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗൾഫിൽ ഒരു റിസഷൻ വന്നത്. ആ റിസഷൻ വരുമ്പോൾ സാധാരണ രീതിയിൽ റിസഷൻ വന്നു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൽ ജോലി ചെയ്യുന്നവരെ ജോലിയാണ് ഇല്ലാതാകുക, പ്രൈവറ്റിലല്ല. അപ്പോൾ തിരക്കില്ലാത്ത ജോലിയും ശമ്പളം വാങ്ങുന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ തിരിച്ചു വരണേ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളൊരു 5-6 സുഹൃത്തുക്കൾ, നാട്ടുകാർ തന്നെ ഇങ്ങനെ കൂടി ചോദിച്ചു, നമുക്ക് ഇനി എന്താ പരിപാടി? അപ്പോൾ നമ്മൾ പറഞ്ഞു, കുറേ ആൾക്കാർ പറഞ്ഞു നമുക്ക് ഇങ്ങനെ റബ്ബർ എസ്റ്റേറ്റ് വാങ്ങാം, മറ്റുള്ളവർ കുറേ പറഞ്ഞു എങ്ങനെയൊരു ജീവിത മാർഗം ഉണ്ടാക്കിയിട്ട് നാട്ടിലേക്ക് പോയാൽ മതി എന്നുള്ളത്. ചില ആൾക്കാർ പറഞ്ഞു ഇവിടെ തന്നെ ജോലി ചെയ്തിട്ട് മുന്നോട്ട് പോകാം. അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല, നമുക്കൊരു ആസ്പത്രിയാണ് തുടങ്ങിയാലോ. അങ്ങനെയാണ് പെരിന്തൽമണ്ണയിൽ ഇതേമാതിരി 1.5 ഏക്കർ സ്ഥലം വാങ്ങി ഒരു ആസ്പത്രി 75 bedded ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ 75 bedded ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ചാലഞ്ച് നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ പറയുമല്ലോ, ആശയവിനിമയത്തിൽ നമ്മൾ എത്തണം, ആശയം നമ്മൾ പൊരുത്തപ്പെടണം. അപ്പോൾ ഒരുപക്ഷെ ആശയം പൊരുത്തപ്പെട്ടതായിരിക്കും ഈ ഹോസ്പിറ്റൽ. ഏതൊരു ബിസിനസ്സിൻ്റെ അതാണല്ലോ, നമ്മൾ എന്താണ് ചെയ്യുന്നത്, ആ ഡ്രീമിനെ നമ്മൾ സഫലീകരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ പിന്നെ പ്രവർത്തിക്കുക. അതായിരിക്കും ഈ 10 കൊല്ലം മുമ്പ് എൻ്റെ ഫാദർ ഉണ്ടായിരുന്ന അന്നത്തെ ആ തോട്ട് പ്രോസസ്സ് ഇന്ന് സഫലീകരിക്കാൻ വേണ്ടി വന്നു. അങ്ങനെ ആസ്പത്രിയൊക്കെ തുടങ്ങി. ആസ്പത്രി തുടങ്ങി നോക്കുമ്പോൾ അന്ന് ഈ പെരിന്തൽമണ്ണയിലൊക്കെ പൊതുവെ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലില്ല കേട്ടോ. അങ്ങനെ ഉണ്ടാകുമ്പോൾ അവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള ഡോക്ടർമാരടക്കം ഇതിനെ പാരവെക്കൽ തുടങ്ങി. ഇത് വളരെ ഫ്രാങ്കായിട്ട് പറയാം. അവിടെ ഒരു വ്യാജ ഡോക്ടർ വന്ന് കയറി അതിൻ്റെ അടുത്ത്. നമുക്കിതിൽ വിവരങ്ങളൊക്കെ കുറവാണല്ലോ. പൊതുവേ ഒരു ഐസക് എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ എപ്പോഴും പറയാം, ഐസക് തന്നെ ഒരു ചങ്ങായി വന്നിട്ട് ഞാൻ അങ്ങനെയാണ് ആനയാണ് ചൈനയുടെ പിന്നെ WHO വർക്ക് ചെയ്താണ് എന്നൊക്കെ പറഞ്ഞ് അവന് പിന്നെ എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മളെന്ത് ചെയ്തു, അത് 2-3 ഹോസ്പിറ്റലിൽ നല്ല സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്, ഈ ക്ലിനിക്കലി ഗുഡ് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ നമ്മളെടുത്തു. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ വ്യാജനാണെന്ന് മനസ്സിലാക്കി അത് മെല്ലെ നമ്മൾ ഒഴിവാക്കി കേട്ടോ, അത് വേറെ കാര്യം. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ആസ്പത്രി 75 ബെഡുള്ള ആസ്പത്രിയിൽ അപ്പോൾ 11 പേഷ്യൻ്റായി. ഇപ്പം നിങ്ങൾക്ക് അറിയുന്ന ഈ മോഹൻകുമാറൊക്കെ അന്ന് സത്യത്തിലുണ്ടല്ലോ പേഷ്യൻ്റ് ഇല്ലാതെ വലഞ്ഞിരുന്നൊരു സമയമാണ് അന്ന്. ഇതേമാതിരി അപ്പോഴാണ് നമ്മളെന്ത് ചെയ്തത്, അപ്പോഴാണ് ഈ പിന്നെ ആ സമയത്താണ് ഇതേമാതിരി തന്നെ 1-2 മരണങ്ങളുണ്ടായി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇയാൾ ഇതേമാതിരി 11 പേഷ്യൻ്റായി.
ഈ 11 പേഷ്യൻ്റ് ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുക? ഒരു 10-12 ഡോക്ടർമാർ, സ്റ്റാഫൊക്കെ പാടെ 100 പരം ഡോക്ടർമാർ. അപ്പോൾ അത് ഭയങ്കര പ്രയാസം വന്നപ്പോൾ നമുക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ വിറ്റ് നമ്മളെന്ത് 2-3-5-6 മാസം വരെക്ക് സാലറി കൊടുത്തു. അല്ലെങ്കിൽ സാധാരണ രീതിയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ഇത് ന്യൂ എൻ്റർപ്രൈനേഴ്സ് ഉണ്ടല്ലോ, അവരെന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോഴത്തേന് ഇട്ടെറിഞ്ഞ് പോരുതെന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതുവരെ സാലറി കൊടുത്തു. പിന്നെ മെല്ലെ പിക്കപ്പായി 75 ബെഡ് 120 ബെഡായി, 120 ബെഡ് 150ആയി, 150 250ആയി, 250 ഇപ്പോൾ 450 ബെഡുള്ള പെരിന്തൽമണ്ണയിലും പുറത്തുമൊക്കെ അറിയപ്പെടുന്ന ഒരു ഹോസ്പിറ്റലായിരുന്നു വളർന്നു വന്നത്. ആ ഒരു പരിശ്രമത്തിൻ്റെ പേരിലാണ് എന്ന് പറയാനുള്ളത്. ഇന്ന് ഏതാണ്ട് 120ഓളം ഡോക്ടർമാരുണ്ട്, 1200 എംപ്ലോയീസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്കറിയാം, 2000 കുറച്ച് പ്രായമുള്ള ആൾക്കാരൊക്കെ അറിയാം, 2002 വരെ ഇവിടെ കോളേജസൊക്കെ പ്രയാസമായിരുന്നു തുടങ്ങാൻ. 2002 അന്നത്തെ ഗവൺമെൻറ്, ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഈ സ്വാശ്രയ കോളേജുകൾക്ക് അപ്രൂവൽ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു സ്വാശ്രയ കോളേജുകളിൽ ഞാൻ ആദ്യം മെഡിക്കൽ കോളേജ് ഉണ്ടാക്കാൻ വേണ്ടി 10-40 ഏക്കർ സ്ഥലവും വാങ്ങി, NOC ഒക്കെ വാങ്ങി. പക്ഷേ എന്തോ ഒരു ഭാഗ്യത്തിന് ഞാൻ ഈ ഡോക്ടർമാരെ ഫാക്കൽറ്റി, മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ എന്നറിയോ, ഫാക്കൽറ്റീസ് എന്ന് പറഞ്ഞാൽ 10 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ വേണം HOD ആയിട്ട്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടി ഈ കുഗ്രാമ പെരുന്തമണ്ണ പോലുള്ള സ്ഥലത്തുകളിൽ ഒന്നാമത് 10 കൊല്ലമൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർമാരെന്നൊക്കെ പറഞ്ഞാൽ ഒന്നുകിൽ അവരെ മക്കളൊക്കെ തിരക്കില്ലാത്ത ലെവലിലെത്തിയിട്ടുണ്ടാവും, അവർക്കൊന്നും അവിടുന്ന് കിട്ടുക റീലൊക്കേറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല. ഇതിൻ്റെ പ്രയാസം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് മെഡിക്കൽ കോളേജ് വേണ്ട, നമുക്ക് നല്ലൊരു ഫാർമസി കോളേജ് തുടങ്ങി. ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന KRF റാങ്കിങ്ങും NIRF റാങ്കിങ്ങും NABL-ഉം NAC-ഉം എല്ലാം അറിയപ്പെടുന്ന ഒരു ഫാർമസി കോളേജായിട്ട് ഏതാണ്ട് 400-500 പിള്ളേർ അവിടെ പഠിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നഴ്സിംഗ് കോളേജ് തുടങ്ങി, അതിൻ്റെ കൂടെ തന്നെ പാരാമെഡിക്കൽ കോളേജ് തുടങ്ങി, അതിൻ്റെ കൂടെ തന്നെ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് തുടങ്ങി. ഈ 3-4 കോളേജുകളിൽ ഇപ്പോൾ ഏതാണ്ട് 2000-ഓളം കുട്ടികൾ എൻ്റെ കോളേജുകൾ പഠിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു ബിസിനസ് ചെയ്യുമ്പോൾ നിങ്ങൾ സാധാരണ ബിസിനസ്സിനെ പറ്റിയിട്ട് ഇവിടെ എല്ലാവരും വന്ന ബിസിനസ്സിനെ പറ്റി പറയുമ്പോൾ ഒന്നുകിൽ IT പറയും, അല്ലെങ്കിൽ റോബോട്ട്സ് പറയും, IoT പറയും, അല്ലെങ്കിൽ ഡ്രോൺ. ഇതൊക്കെയാണ് സാധാരണ. അതായത് നമ്മൾ ചെയ്യുന്ന ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചറലായിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. മറ്റുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാകുമ്പോൾ അതിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻ്റർനെറ്റും അതേമാതിരി തന്നെ റോബോട്ട്സൊക്കെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ മനുഷ്യനങ്ങോട്ട് റോബോട്ട് സർജറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർജറി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പേഷ്യൻറ്റിനെ ഡയഗ്നൈസ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് കാര്യങ്ങൾ ഫീഡ് ചെയ്ത് കൊടുക്കുക, റോബോട്ട്സിന് ഇട്ട് കൊടുത്താൽ റോബോട്ട്സ് വിടുക. ബട്ട് മനുഷ്യബുദ്ധി എന്ന് പറയുന്നത് അതിനേക്കാളും അധികമാണ്. അതിനെ ഒരിക്കലും കോമ്പറ്റ് ചെയ്യാൻ കഴിയില്ല, അത് വെറുതെ പക്ഷേ മനുഷ്യനാണ് ഇതിൻ്റെയൊക്കെ ബേസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ വരികയാണെങ്കിലും നമ്മൾ ഇൻഫ്രാസ്ട്രക്ചറായിട്ട് ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് കഴിയണം. ആ രീതിയിലുള്ള തോട്ട് പ്രോസസ്സ് നമുക്ക് വേണം. അത് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായാൽ കഴിഞ്ഞാൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് വലിയ പ്രയാസം ഉണ്ടാവില്ല. പക്ഷേ ഇൻഫ്രാസ്ട്രക്ചറായിട്ട് അപ്പോഴാണ് നമുക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയുന്നത്. ഈ തൊഴിൽ കൊടുക്കാൻ ഞാൻ പറയുന്നത് ഞാൻ ഇത്രയൊക്കെ ഇതായിട്ട് തുടങ്ങിയതിൽ ഏതാണ്ട് 1500 പേര് എൻ്റെ സ്ഥാപനങ്ങളിൽ നിന്ന് ജോലി ചെയ്യുന്നുണ്ട്. അതിൽ ഞാൻ പറയുന്ന ഒരു 15,000 മുതൽ 15 ലക്ഷം വരെ ശമ്പളം വാങ്ങുന്ന ആൾക്കാരുണ്ട്. ഇത്രയും ആൾക്കാരും ശമ്പളവും എനിക്ക് ഈ പെരിന്തൽമണ്ണയിൽ നിന്നുകൊണ്ട് തന്നെ വേറെ ഒന്നുമില്ലാതെ തന്നെ ചെയ്യാൻ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ തീർച്ചയായും ഈ ദൈവത്തിൻ്റെ ഒരു സഹായം അതിലുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അത് ഞാൻ പറഞ്ഞത് ആക്സിഡൻറ്റ് കോയിൻസിഡൻസ് എന്ന് പറയുന്നത് ഒരു പക്ഷേ എൻ്റെ ഫാദറിന് അന്ന് ക്യാൻസർ ഉണ്ടായിട്ട് ഇതിൻ്റെ ചിന്തിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു ഹോസ്പിറ്റൽ ഒരു എഞ്ചിനീയർ തുടങ്ങുക എന്നുള്ള കാര്യമുണ്ടാവില്ല. അതുകൊണ്ട് എൻ്റെ എൻ്റർപ്രൈനേഴ്സ് ആയിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ പറയുന്നത്, ഒന്ന് നമ്മൾ ഏത് ലെവലിലെത്തിക്കഴിഞ്ഞാലും നമ്മൾ ആദ്യം വേണ്ടത് നേരത്തെ ഇവർ പറഞ്ഞ മാതിരി തന്നെ ഒന്ന് നമ്മൾ ലളിത ജീവിതത്തിൻ്റെ ഭാഗവാക്കാണ്. രണ്ടാമത് ധാർമ്മിക ബോധം നമ്മൾ വളർത്തണം, ധാർമ്മിക ബോധത്തോടു കൂടി വരണം. പിന്നെ കോമൺ സെൻസ് എന്ന് പറയുന്ന കുറച്ച് ഒരു ആവറേജ് കോമൺ സെൻസ് ഉണ്ടായാൽ മതി. പിന്നെ സത്യസന്ധതയും ഹാർഡ് വർക്കും. ഇപ്പോഴും ഞാൻ പറയുന്നു, എന്നോട് പലരും ചോദിക്കാറുണ്ട്, മക്കളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മക്കൾ ഡോക്ടർമാരാണ്, ഒരു ഡോക്ടർ എഞ്ചിനീയറാണ്, ഒരു ഡോക്ടർ അവൾ ദുബായിലാണ്, അവർ ഓൺ ബിസിനസ് ചെയ്യുന്നു. മൂത്ത മോള് ഓർത്തോഡോണ്ടിസ്റ്റാണ്,
ഖലീൽ എന്ന് പറയുന്ന പുള്ളി സർജനാണെങ്കിലും ഹീസ് ആൾസോ ഡൂയിങ് സം അതർ ബിസിനസ്. പുള്ളിക്ക് അലിഫ് കാർബൺ എന്ന് പറഞ്ഞിട്ട് ഒരു ചിരട്ട കൊണ്ട് കാർബൺ ഉണ്ടാക്കി കാർബൺ കൊണ്ട് ആക്ടിവേറ്റഡ് കാർബൺ ആക്കി എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു ബിസിനസ് പുള്ളിക്കുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഇതിൻ്റെ പുറമെ ഞാൻ കുറച്ചൊരു സോഷ്യൽ വർക്കറുമാണ്. ഞാൻ പറഞ്ഞില്ല, MSSൻ്റെ സ്റ്റേറ്റ് പ്രസിഡൻ്റാണ്, ISSൻ്റെ പ്രസിഡൻ്റാണ്, ഷിഫ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ചെയർമാനാണ്, പിന്നെ നമ്മുടെ IS അക്കാഡമിൻ്റെ സെക്രട്ടറിയാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പുറമെ ഞാൻ ചെയ്യുന്നതാണ്. പിന്നെ ചാരിറ്റി കാര്യങ്ങൾക്കൊക്കെ എനിക്കൊരു ചാരിറ്റബിൾ ട്രസ്റ്റുണ്ട്. ആ ട്രസ്റ്റിൽ നിന്ന് ഞങ്ങളെ പൊതുവേ മുസ്ലിങ്ങൾക്ക് നമുക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ 2% നമ്മൾ സക്കാത്ത് കൊടുക്കണം, ടാക്സൊക്കെ കൊടുത്തതിന് ശേഷം. അങ്ങനെയുള്ള ആ രീതിയിൽ നമ്മൾ കുറേ ചാരിറ്റി പ്രവർത്തനം നടത്തുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? നമ്മുടേതായ ഒരു സ്റ്റേബിളായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം വേണം. ആ പ്ലാറ്റ്ഫോം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. ഹാർഡ് വർക്ക് ചെയ്യുന്നത് സത്യസന്ധമായിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് അതിൻ്റെ വിജയം നമുക്കുണ്ടാകുന്നത്. ഞങ്ങൾ അന്ന് 6 പാർട്ട്നേഴ്സാണ് 40 കൊല്ലങ്ങൾക്ക് മുമ്പ് ഫോം ചെയ്ത ആ സിസ്കോ എൻ്റർപ്രൈസസ്. ഇന്നും ആ 6 പേരും ഞങ്ങൾ ഒരുമിച്ച്, 2 പേരും മരിച്ചുപോയി, ഇപ്പോഴും ഞങ്ങൾ ഒരുമിച്ചാണ്. അതാണ് സത്യസന്ധത എന്ന് പറയുന്നത്. നമ്മളൊക്കെ പൊതുവേ ബിസിനസ് ചെയ്യുമ്പോൾ, പാർട്ട്ണർഷിപ്പൊക്കെ കൂടുമ്പോൾ ഒരു 5-6 കൊല്ലം തന്നെ ഒരുമിച്ച് പോകാൻ പ്രയാസപ്പെടും. കാരണം ഒരാളത് ചെയ്തു, ഒരാളിത് ചെയ്തു എന്നുണ്ട് പ്രശ്നം ഉണ്ടാകും. പക്ഷേ സത്യസന്ധമായ ഒരു അപ്രോച്ച് നമ്മൾ തമ്മിലുണ്ടെങ്കിൽ, നമ്മൾക്ക് കുറച്ച് ബുദ്ധിയും കുറച്ച് സാമ്പത്തികവും ഉണ്ടെങ്കിൽ തീർച്ചയായും നല്ല ബിസിനസ്മാനായി വരാൻ കഴിയും. ഒരിക്കലും നിങ്ങളൊരു 20%-ലധികം ലോൺ എടുക്കരുത് എന്നാണ് ഞാൻ പറയാം. ലോൺ എടുക്കാതെ ചെയ്യുന്ന ബിസിനസ്സാണ് ഏറ്റവും കൂടുതൽ വിജയിക്കുക. ലോൺ എടുക്കാതെ തന്നെ ഗവൺമെൻറ് പല രീതിയിലൊക്കെ നമുക്ക് ലോൺ തരും. പക്ഷേ അത് തിരിച്ചടക്കാൻ കഴിയാതിരിക്കുമ്പോൾ നമുക്ക് കോമ്പറ്റീറ്റേഴ്സ് ഒരുപാടുണ്ടാവും. പക്ഷേ അതിനേക്കാൾ കൂടുതൽ ലോൺ എടുക്കാതെ 4, 5, 6 ആൾക്കാർ കൂടി ബിസിനസ് ചെയ്താൽ തീർച്ചയായും ആത്മാർത്ഥമായി ചെയ്യുക. ദൈവം തമ്പുരാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എനിക്ക് എൻ്റെ ഈ ചാൻസ് തന്നതിന് ഇവരോട് നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച് സർ.